ഇതെന്താ രാഘവേട്ടന് പറ്റിയത്? ആവോ എവിടേക്കാ രാഘവേട്ടൻ രാവിലെ വടിയും പിടിച്ചു കൊടുക്കണം? അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലടാ ചേട്ടകളെ. വിട്ടോ എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലിട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യല്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാര +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന്. ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ ഈ കണ്ണൂണ്ടി ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് വേണ്ടത് പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുപൊട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലേന്ന മാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത്? പൊന്തക്കാട്ടി കണ്ടത് നിങ്ങളുടെ അപ്പൂപ്പന്റെ മൊന്നയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ കട്ടിയാലും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാൻ പൊന്തക്കാട്ടിക്കൂടെ. ഇങ്ങനെ തന്താര് എന്താ പവർ! അതൊരു പാവ. എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനുമില്ല ഇങ്ങനൊക്കെ? എനിക്കൊരു കുഴപ്പമില്ല. ചീത്തപ്പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. വലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര. വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലൂന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനും എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ. പുഴയിലും വെള്ളമില്ലേ? ഈ മണൽ വാരി കുളിക്കേണ്ടി വരുമോ? നീ ഇതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക്? എന്താ പുഴയിലൊരു കുളി? നാട്ടുമ്പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കല്ലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ പക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ഇല്ല. അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു. ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ. അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണി എടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണി എടുത്തി ഗോവിന്ദേട്ടൻ, പിന്നെ നിന്റെ ആ സൊൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്ത് മാന? വാക്മാൻ. ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ, അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ? അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചു നേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മനെ എടുത്ത് ചവിട്ടിൽ വെക്കും. അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും. ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം, ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാകാൻ വഴിയില്ല.
കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ആ ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്തു കൊടുക്കും. അവസാനം അവന്റെ കയ്യിലാവും. ഏയ് അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല. നല്ലവനാന്ന രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല്? കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ? കള്ളന് കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു. ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. നോട്ടിൽ നിന്നൊരു ഡോടോ അതൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാടോ. ഇങ്ങോട്ട് എടുത്തോണ്ട് വാടോ. ഞാൻ എടുത്തോളാം. താമണ്ടാരി ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് അറിഞ്ഞൂടെ? താൻ തന്റെ പാട്ടിനങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ മതിയോ? എവിടുത്തെ കളിച്ചാടോ? നോൺസെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ? രമേശോ. ചേച്ചി ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം. പറ്റില്ല എനിക്ക് ആദ്യം കേൾക്കണം. ഇല്ല പറ്റില്ല എനിക്ക് കേൾക്കണം. കൂട്ടല്ലേ രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. ചേർന്നിരുന്നേ. പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ? ഒരു സമ്മാനമൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി. ഒരു പുതിയ വാഗ്മാന ആ ബംഗ്ലാവിലെ സാറ് തന്നതാ. ചോദിച്ചു വാങ്ങിയതാവൂല്ലേ? അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ. അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ. പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം. നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ അത് പറ്റുണ്ടാവില്ല. അമ്മ അനിയത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതില് പാട്ട് കഴിഞ്ഞു ചേച്ചി. ദേ ഇതാണ്. ഞാൻ പോവാ. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഓ ശകുന അമ്മണിയടത്തിയാ മുതലാളി. ഒരു ശങ്കയും വേണ്ട. വിചാരിച്ച കാര്യമൊക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐ എം സോറി. മീനാക്ഷിക്ക് എന്ത് പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ. സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കുക സാറേ. അതെന്ത് പറ്റി? മറ്റന്നാളാ പരീക്ഷ പോലെ അറിയണേ. ഇന്ന് പുലർച്ചെ സ്വപ്നം കണ്ടത്രേ എല്ലാറ്റിനും തോറ്റുന്ന്. പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനൊന്നുമില്ല രാഘവ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല. താൻ ജയിക്കും. ഷുവർ. ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്ന തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. വരട്ടെ. സാർ എവിടേക്കാ പോണേ? ആയുർമഠത്തിലേക്കാ ചികിത്സയുടെ കാര്യത്തിൽ തമ്പുരാനെ കാണാൻ. ഞരമ്പിന് പറ്റിയ ക്ഷതം തന്നെയാ. ഇത് ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടി വീഴ്ചൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കെ കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ വിധിയാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങള്, പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ആ, ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതുണ്ടാവോ? ഉണ്ട്. താമസിക്കുന്ന വീടുണ്ട്.
തിരക്കാണ്. എന്നാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. പുതിയ വാഗ്മാന ഇത് ബംഗ്ലാവിൽ സാർ എനിക്ക് തന്നതാ. ചോരേ നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. ഏയ് അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവെന്ന് അറിയായിരുന്നു. അവിടെ അമ്മ അനിയത്തികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉം. ഇങ്ങനെ ഒരു സാധനം. ഞാൻ പോട്ടെ.